പല പല സിറ്റുവേഷൻ ഇറങ്ങി പോരേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓർത്തു ഇയാളെന്നെ എന്നെ ഇങ്ങനെ നോക്കുന്നേ. ഇന്നത്തെ ഒരു ശ്രീലക്ഷ്മി ആണെങ്കിൽ ഇത്ര എക്സ്പീരിയൻസ് ഇത്ര സാധനങ്ങളൊക്കെ ഫേസ് ചെയ്ത് വന്നോണ്ട് ഞാൻ അവിടുന്ന് 2 എണ്ണം പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയാണ്. അപ്പൊ അവിടെയൊക്കെ ആ ബാത്റൂമിന്റെ തൊട്ടിപ്പുറത്താണ് സംതിങ് ഡിറ്റക്ടിങ് സാധനം കാണിക്കും. എന്റെ കണ്ണെല്ലാം കൂടെ നിറഞ്ഞ് ഞാൻ അവളെ ഇങ്ങനെ നോക്കിയപ്പോ ഹേ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇത്രയും നാളത്തെ എൻ്റെ വർക്ക് സ്പേസിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള എൻ്റെ ബാഡ് എക്സ്പീരിയൻസസ്. ഞാൻ എവിടെയും എന്നെ പേഴ്സണലി അറിയാവുന്നവർക്കറിയാം ആ ഒരു സംഭവങ്ങൾ. അല്ലാതെ ഞാൻ അധികം ആൾക്കാരോടൊന്നും ഷെയർ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ട് ഉണ്ടാവും. അത് അച്ഛൻ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അതൊന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കണം. ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ സമയത്ത് പ്രാക്ടീസ് ചെയ്യുമെന്ന്. എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ എനിക്ക് ഈ ഒരു കാര്യം പറയണം എന്ന് തോന്നി. ഞാൻ കുറേ നാളായിട്ട് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സാധനം നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പെൺപിള്ളേർക്ക് ഈ ഒരു ഫീൽഡിനെ പറ്റി ഈ ഒരു കാര്യങ്ങളൊക്കെ പറ്റി ഒരു അറിവ് വേണം. ഇനിയിപ്പം മേ ബി ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ പോകുന്ന പെൺപിള്ളേരാണെങ്കിലും ഈ കുറച്ച് കാര്യങ്ങളാണെങ്കിലും പെൺപിള്ളേരാണെങ്കിലും ആൺപിള്ളേരാണെങ്കിലും കുറച്ചുകൂടെ യൂസ്ഫുൾ ആവും നിങ്ങൾക്ക്. അതുകൊണ്ടാട്ടോ ഞാനിത് പറഞ്ഞു തരണേ. പിന്നെ സ്ഥിരം വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ കുറച്ച് കത്തും ഇതെന്താ ഇങ്ങനത്തെ ലുക്ക് എന്നൊക്കെ. കാരണം ഇതെന്റെ വർക്ക് ചെയ്യുമ്പോൾ വെക്കുന്ന സ്പെക്സ് ആണ്. ഞാൻ വിചാരിച്ചു കുറച്ച് പ്രൊഫഷണൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ജേർണി അപ്പം ഞാൻ ആദ്യം ആരാണെന്ന് അറിയണം പുതിയതായിട്ട് കാണുന്നവർക്ക് അല്ലേ. അപ്പോൾ ഫസ്റ്റ് എനിക്ക് എന്നെപ്പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ശ്രീലക്ഷ്മി രാമദാസ്. ഞാനൊരു പ്രൊഫഷണൽ വീഡിയോ എഡിറ്ററാണ്. 2021 ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഒരു ജോബ് എന്നുള്ള രീതിയിൽ ഒരു ജോലിക്ക് പോകുന്നത് ഞാൻ 2021 തൊട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ വർക്ക് ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ട് 4-5 വർഷത്തോളമായി. അപ്പോൾ എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വീഡിയോ എഡിറ്ററായിട്ടല്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് പേഴ്സണലി ഞാൻ വർക്ക് ചെയ്ത ഒരു കമ്പനീസിന്റെ പേര് ഞാൻ പറയുന്നില്ല. ബിക്കോസ് അതൊക്കെ 2-3 വർഷം മുന്നേ സംഭവിച്ച കാര്യങ്ങളാണ്. അതിലൊക്കെ അവരെ ഒന്നും വലിച്ചഴക്കാനും എനിക്ക് വലിച്ചിറങ്ങാനും ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒന്നും പേര് ഞാൻ പറയേയില്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ തുടങ്ങുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ കഴിഞ്ഞ സമയത്താണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ജോലി വേണമല്ലോ. കോഴ്സ് മൾട്ടിമീഡിയ പഠിച്ചിറങ്ങി ചുമ്മാ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ആ കൊറോണയുടെ സമയത്ത് ആയതുകൊണ്ട് തന്നെ ഈ പ്ലേസ്മെന്റ് ഒക്കെ ലാസ്റ്റ് കോളേജിൽ തന്നെ അറേഞ്ച് ചെയ്യുമല്ലോ, ഇന്റർവ്യൂസ് ഒക്കെ അതുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഫോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്മേറ്റ്സിന്റെ കൂടെ ഉള്ള ഫോട്ടോ പോലും ഞങ്ങളുടെ ഇല്ല. കാരണം അത്രയ്ക്ക് ക്രൂഷ്യൽ സിറ്റുവേഷൻ ആയിരുന്നു. ഞങ്ങൾ ജസ്റ്റ് മറ്റേ വാക്സിനൊക്കെ എടുത്ത് അതിന്റെ പ്രൂഫായിട്ട് ജസ്റ്റ് ഇവിടുന്ന് ഇടുക്കി വരെ ട്രാവൽ ചെയ്ത് പോയി എക്സാം എഴുതി തിരിച്ചു വരിക. അതായിരുന്നു പെട്ടെന്ന് പോയിട്ട് വരിക. അതായിരുന്നു അന്നത്തെ ഒരു സിറ്റുവേഷൻ. അത് കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് 4th റാങ്ക് ഉണ്ടായിരുന്നു MG യൂണിവേഴ്സിറ്റിയിൽ. അതൊക്കെ കഴിഞ്ഞിട്ട് റാങ്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിള്ളേരെ നിങ്ങൾ റാങ്ക് ഉണ്ട് അതുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും നിനക്ക് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എഫേർട്ട് ഇട്ട് അല്ലെങ്കിൽ നമ്മൾ റിസ്ക് എടുത്ത് നമ്മൾ മുന്നോട്ട് ഇറങ്ങണം. അല്ലാതെ ഒരു റാങ്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ നിങ്ങളെ പൊക്കിയെടുത്തോണ്ട് പോകാൻ പോകുന്നില്ല. അതൊരു റിയാലിറ്റിയാണ്. അങ്ങനെ ഞാൻ ഇതുപോലെ എന്തെങ്കിലും ജോലി ചെയ്യണമല്ലോ എന്ത് ചെയ്യും എന്നിങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഇത് പറയുന്നുണ്ട്. കുഴപ്പമില്ല. കിൻഫ്ര പാർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാക്കനാടുള്ള ഒരു IT അങ്ങനത്തെ ഒരു കമ്പനി, പ്രൊഫഷണൽ ഇതുണ്ടല്ലോ, ഇൻഫോ പാർക്ക് പോലത്തെ ഒരു കമ്പനിയാ. അവിടെ ഞാൻ ഇതുപോലെ ഫസ്റ്റ് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മളെ പോലുള്ള ഒരാൾക്ക് അത്രയും വലിയ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ ഇതുപോലെ ഇന്റർവ്യൂവിന് പോയി. അവർ ആദ്യം ആങ്കറിങ് ആ സംഭവത്തിനാണ് പോയിരുന്നത്. അവരുടെ ഒഫീഷ്യൽ പേജ് ഉണ്ട്. അപ്പൊ അതിന്റെ ആങ്കറിങ് സംഭവം അത് ബിസിനസ് ആണ്. മറ്റേ എന്റർടൈൻമെന്റ് ഫീൽഡ് അല്ല. എനിക്ക് കൂടുതൽ എന്റർടൈൻമെന്റ് ഫീൽഡാണ് ഇഷ്ടം. ബിസിനസ് എന്ന് പറയുമ്പം കൂടുതൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും അവിടെ ഫുള്ള്. അപ്പൊ എന്തെങ്കിലും ജോലിക്ക് കയറണ്ടേ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവര് ഒരു ടോപ്പിക്ക് തന്നു. ആ ടോപ്പിക്ക് ഞാൻ സംസാരിക്കണം. അതൊരു വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുത്തു. ചെല്ലാൻ പറഞ്ഞിട്ട് ചെന്നു. അതാണ് എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ എക്സ്പീരിയൻസ്. ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് ഇരുന്ന് കുറച്ച് ഇന്റർവ്യൂവിനൊക്കെ പ്രിപ്പയർ ഒക്കെ ആക്കി അവിടെ ചെന്നു. രാവിലെ ആയിരുന്നു. ഞാൻ നോക്കുമ്പോൾ വലിയൊരു കോംപ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു ഓഫീസ്. നമുക്ക് പഞ്ച് ചെയ്തിട്ടൊക്കെ വേണം കയറാനായിട്ടും. കുറെ കമ്പനീസ് ഉള്ളതിനകത്ത് ഒരു കമ്പനിയിലാണ് എനിക്ക് ഈ ഇന്റർവ്യൂവിന് വിളിച്ചേക്കുന്നത്. അവിടെ ചെന്നു. അവര് ചന്നം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ അറിയില്ലെങ്കിലും നമ്മുടെ കോൺഫിഡൻസ് അവർ ബ്രേക്ക് ചെയ്യാൻ നോക്കും. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യന്റെ ആൻസർ അറിയില്ലെങ്കിലും നമ്മൾ കോൺഫിഡന്റ് ആണെന്നുള്ളത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് ഒരു ചാൻസ് കിട്ടും. അവര് മാക്സിമം അവർ കുറച്ചൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് അറിയാൻ പാടില്ലാത്ത ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ പല രീതിയിൽ നമ്മൾ ഇതാക്കാൻ നോക്കും. അങ്ങനെയൊക്കെ ആക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് എന്നെ കോണ്ടന്റ് റൈറ്റിങ്ങിന് കൊണ്ടുപോയി. എനിക്ക് ഇതുപോലെ ഒരു വലിയൊരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയ പാരഗ്രാഫ് എനിക്ക് മെയിൽ അയച്ചിട്ട് പറഞ്ഞു ഇത് മലയാളത്തിൽ തർജിമ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ കോണ്ടന്റ് റൈറ്റിംഗ് അല്ല ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് മാക് സിസ്റ്റം, ഞാൻ ഇതേവരെ വിൻഡോസ് ആയിരുന്നു എനിക്ക് സാധാ ഒരു ലാപ്പും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു മാക് സിസ്റ്റം എൻ്റെ കയ്യിൽ തന്നിട്ട് എൻ്റെ അടുത്ത് ഒരു ഫോട്ടോഷോപ്പിൽ ഒരു പോസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സാധനങ്ങളൊക്കെ തരും. നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്താൽ മതി.
അപ്പൊ എനിക്ക് മാക്ക് ഓൺ ആക്കാൻ അറിയില്ല ഗൈസ്. മാക്ക് ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്നത് മാക്കില. പക്ഷെ അന്ന് എനിക്ക് എന്ന് വെച്ചാൽ ഒരു 4-5 വർഷം മുന്നേ എനിക്ക് മാക്ക് ഓപ്പൺ ആക്കാൻ പോലും അറിയത്തില്ല. ഞാൻ അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു, ചേട്ടാ മാക്ക് എങ്ങനെ ഈ സിസ്റ്റം എങ്ങനെ ഓപ്പൺ ആക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ അത് തന്നെ കണ്ടുപിടിച്ച് ഞാൻ അവിടെ ഇരുന്ന് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. എനിക്ക് ഫോട്ടോഷോപ്പ് അറിയായിരുന്നു, അതുകൊണ്ട് ചെയ്തു കൊടുത്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ പ്രസന്റേഷനാണ്. നമ്മളിങ്ങനെ നിന്നിട്ടുണ്ടോ, നമ്മൾ സാധാ ഒരു മൾട്ടിമീഡിയ ഒക്കെ പഠിച്ചെന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ വലിയൊരു എക്സ്പോഷർ ഒന്നും ആ കോളേജിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഹോണസ്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇതുപോലെ ഒരു വീഡിയോ ക്യാമറ ഫ്രണ്ടിൽ ഇരിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ കയ്യിലൊരു സാധനം തരും. അതിനെന്തോ പറയും കേട്ടോ, അതെനിക്കറിയില്ല. അപ്പം നമുക്ക് ആ സ്ക്രീനിൽ നമുക്ക് പറയേണ്ട കോണ്ടന്റ് അവിടെ എഴുതി എഴുതി വരും. അപ്പം നമുക്ക് ഇതിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കി വായിക്കാം. ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ സെലക്ട് ആയി. എൻ്റെ ഫസ്റ്റ് ഇന്റർവ്യൂവിന് ഞാൻ സെലക്ട് ആയി. എനിക്ക് തോന്നുന്നു 15 രൂപ എങ്ങാണ്ടാണ് അന്ന് സാലറി പറഞ്ഞിരുന്നത്. അപ്പോൾ എനിക്ക് യാത്രാ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രം എനിക്ക് പോകാൻ പറ്റിയില്ല. അതായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ ജോലി. അപ്പൊ ആദ്യം എന്റെ ജോലി തുടങ്ങുന്നത് അങ്ങനെ. അവിടുന്ന് എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളൂ. ഒറ്റ ദിവസമല്ല ഞാൻ പോയുള്ളൂ. അപ്പൊ ഞാൻ ജോലി എങ്ങനെ തുടങ്ങിയെന്ന് പറഞ്ഞാൽ, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ച് നാൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് പിന്നെ നമുക്കത് ആ ഒരു ഓപ്പർച്യൂണിറ്റി പോയി. പിന്നെ നമുക്ക് അടുത്ത് എന്തെങ്കിലും ചെയ്യണ്ടേ. എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട്, എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കണ്ടേ. ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഒരു ഒരു പ്രൈവറ്റ് ചാനൽ, ഒരു ലോക്കൽ ചാനൽ താഴെ ഇങ്ങനെ ആങ്കറിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടൊരു സംഭവം. ആങ്കറാണോ വീഡിയോ ആങ്കറിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ആ നമ്പറിൽ വിളിച്ചിട്ട് ചോദിച്ചു ഇതുപോലെ. അപ്പോൾ അവർ വരാനൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു നിങ്ങൾ ഫ്രീ ആണെങ്കിൽ വാ. ഇതിന്റെ ലാസ്റ്റ് ഞാൻ ഇത് പറയാം എന്താന്ന്. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ആദ്യം ഷെഡ്യൂളറായിട്ട്, എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഷെഡ്യൂളിങ്. പുള്ളി എന്നോട് ആദ്യം ചോദിച്ചു എന്റെ ഇൻട്രസ്റ്റ് എന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ആ സമയത്ത് എനിക്ക് അറിയില്ല, ഞാനൊരു സ്റ്റുഡന്റ്, ആ സമയത്ത് പഠിച്ചിറങ്ങി ആ ഒരു മൈൻഡ് സെറ്റ് നിൽക്കുന്നതാ. അപ്പൊ എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ പഠിച്ചിറങ്ങിയത് കൊറോണയുടെ സമയത്താണ്. നമ്മളിപ്പോ ലാസ്റ്റ് ടൈമിൽ ചിലപ്പോൾ പ്രോജക്റ്റ് ഒക്കെ നല്ല സെറ്റപ്പിൽ നല്ല ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ മേ ബി തിരിച്ചറിയുന്നത് നമ്മുടെ ഉള്ളൊരു ഡയറക്ടർ ഉണ്ടോ, എഡിറ്റർ ഉണ്ടോ, അല്ലെങ്കിൽ നല്ലൊരു ആക്ടർ ഉണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ അറിയുന്ന അപ്പോഴാണ്. നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്പോഷർ കിട്ടിയിട്ടില്ല. അപ്പോൾ പുള്ളി എന്നെ ഷെഡ്യൂളിംഗ് ഏൽപ്പിച്ചു. ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് ടി വി കാണുന്ന പ്രോഗ്രാംസ് ഇതിന്റെ പുറകിൽ ഒരാൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന സമയത്ത് ഇന്നത് വരണം, ഇന്ന സമയത്ത് ഇന്നത് വരണം, അതുപോലെ തന്നെ ഇത്ര സമയത്തിനുള്ളിൽ ഈ സാധനം തീരണം, അതുപോലെ തന്നെ ഇത്ര സമയത്തിനുള്ളിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം കയറണം, അതുപോലെ തന്നെ ഇപ്പൊ ഒരു 1 അവർ ഉണ്ടെങ്കിൽ 1 അവറിൽ ഇത്ര പരസ്യങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ പോകണം. അങ്ങനെയുണ്ട്. ഒരു ദിവസം നമ്മൾ കാണുന്ന പരസ്യമില്ല, നമ്മൾ പരസ്യം കാണുമ്പോഴത്തേക്കും വീട്ടിൽ അച്ഛനൊക്കെ ഉണ്ടെങ്കിൽ ഓ എന്തൊരു പരസ്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തെറി വിളിക്കാറുണ്ടല്ലോ. അതിന്റെ ഇടയിൽ വരുന്ന പരസ്യങ്ങൾക്ക് എണ്ണവും കണക്കും സമയവും എല്ലാം ഉണ്ട്. അത് ഈ ഷെഡ്യൂളറിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇഷ്ടമേ അല്ല ഈ സാധനം. ഇരുന്നിരുന്ന് നമുക്ക് പ്രാന്താവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെയും കൂടെ 2 ദിവസം എക്സ്ട്രാ കൂടെ ചെയ്തിട്ട് വേണം ഇവിടെ പോവാൻ. ഒരാഴ്ച ആയപ്പോൾ തന്നെ എനിക്ക് പ്രഷറായി. ഓൾറെഡി അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഒരു സീനിയർ ഉണ്ടാവും, വർക്ക് ചെയ്യുന്ന ഒരു കൊച്ചുണ്ടായിരുന്നു അവിടെ. അതിനെ വെച്ചിട്ടുള്ള കമ്പയറിംഗ്. അത് ചെയ്യുന്ന കണ്ടില്ലേ, അതിന് സ്പീഡ് ഉണ്ട്, നീയും പഠിക്ക്. അപ്പൊ ഇനി ഒരാളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് പോകും. അപ്പൊ എനിക്കാണെങ്കിൽ ഇത് എന്നും ഒരു പ്രഷർ പോലെ ഞാൻ ചെയ്യുന്നത്. ഒരാളെ വെച്ചിട്ട് അവള് 2 ദിവസം അങ്ങനെ ചെയ്യും, നീ ചെയ്യേ എന്നാലല്ലേ നിനക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വെച്ചിട്ടാകുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ വെച്ചിട്ട് ഈ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആകെപ്പാടെ ഒരു ഡൗൺ ആവും. അതിന്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു സിനിമ ഞാൻ കട്ട് ചെയ്തിടുമ്പോഴത്തേക്കും അതിന്റെ ആദ്യ ഭാഗം മേളിൽ പോയിട്ട് അവസാന ഭാഗം താഴെ, അങ്ങനെയെന്ന് വെച്ചാൽ ക്ലൈമാക്സ് മേളിൽ കയറി പോയിട്ട് അതിന്റെ ഭാഗം താഴെ വന്നു. അപ്പം നിങ്ങൾ സിനിമ കാണുമ്പോൾ ക്ലൈമാക്സ് ആയിരിക്കും ആദ്യം കാണുന്നത്. എന്ന് വെച്ചാൽ അത്രയും പ്രഷർ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കാരണം ഇത്രയും എനിക്ക് തോന്നുന്നു ഈ ഷെഡ്യൂളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേക്കും 6:30-7 മണിയോളാവും. ഇത് എന്റെ വീടിന്റെ അടുത്തൊന്നും അല്ല, എന്റെ വീടിൽ നിന്ന് കുറെ പോകണം. എനിക്ക് തോന്നുന്നു എന്റെ വീടിന്റെ അവിടെ നിന്ന് 1.5 മണിക്കൂർ എന്തോ ട്രാവലിംഗ് ഉണ്ട്. കുറെ നാളൊക്കെ പോയി ചില ദിവസം ഞാൻ 8-8:30 ആയപ്പോൾ എന്റെ വീട്ടിൽ കയറി വന്ന സമയമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ട പോലെ കട്ടായി ഞാൻ അവിടെ ബോധം കെട്ടി വീഴും, അമ്മാതിരി ടയേർഡായിട്ട്. പിന്നെ രാവിലെ ആകുമ്പോൾ പിന്നെയും പോകണം. അങ്ങനെ കുറെ നാൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഈ ന്യൂസ് പ്രസന്റ് ചെയ്യാനുള്ള ആൾക്കാർ, ഇത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ ഞാനിത് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇതൊന്ന് കുറച്ച് നാൾക്ക് മുന്നേ നടന്ന കാര്യമാണ്. പക്ഷെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അവിടെ ഒരു ഡ്രസ്സിംഗ് റൂം ഉണ്ട്. അപ്പൊ ഒരു പോയിന്റില് എനിക്കറിയാൻ മേലത് എന്തുകൊണ്ട് എനിക്ക് തോന്നിയെന്നറിയില്ല, ഞാൻ ഇതുപോലെ ഡ്രസ്സിംഗ് റൂമിൽ ഒരു പ്രാവശ്യം എന്തോ അറിയില്ല, ഒരു ദിവസം ഇതുപോലെ എന്തോ ഡൗട്ട് തോന്നിയിട്ട് ഞാൻ എൻ്റെ പ്ലേ സ്റ്റോറിൽ, അന്ന് ഞാൻ ആൻഡ്രോയിഡ് ഫോൺ ആയിരുന്നു യൂസ് ചെയ്യുന്നത്, പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒരു ഹിഡൻ ക്യാമറ സെർച്ച് ചെയ്യുന്ന ഒരു ആപ്പ് ഞാൻ കണ്ടുപിടിച്ചു. ആ ആപ്പിന്റെ അകത്ത് മാക്സിമം സ്റ്റാർ റേറ്റിംഗ് ഉള്ളവരെന്ന് തന്നെ കണ്ടുപിടിച്ചു ഞാൻ. എന്നിട്ട് ഞങ്ങളുടെ ബാത്റൂമിന്റെ സൈഡിൽ നിന്ന് ഈ ബാത്റൂമിന്റെ ഉള്ളിൽ നോക്കി, ഡ്രസ് ചേഞ്ചിങ് അവിടെയൊക്കെ നോക്കി. അപ്പൊ അവിടെയൊക്കെ ആ ബാത്റൂമിന്റെ തൊട്ടിപ്പുറത്താണ് ആ ഒരു റൂം ഉള്ളത്. അപ്പൊ ആ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഒരു സംതിങ്
ഡിറ്റക്ടിങ് സാധനം കാണിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ആപ്പല്ലേ, എറർ വരാം, ബഗ് ഇഷ്യൂസ് വരാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സിസ്റ്റംസ് ഓരോ ഇരിക്കുന്നത്, നമ്മൾ ഈ ഷെഡ്യൂൾ ചെയ്യുന്നതും വീഡിയോ എഡിറ്ററുടെ ഒക്കെ സിസ്റ്റം ഇരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. അവിടെ ചെന്നപ്പോൾ അവിടെ സിസ്റ്റം ഡിറ്റക്ടർ എന്ന് പറഞ്ഞ കാണിക്കുന്നത്. അപ്പൊ എല്ലാം കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ ഈ സാധനം കാണിക്കുന്നു. വേറെ ആരോടും പറഞ്ഞെന്നറിയില്ല, എനിക്ക് ഓർമ്മയില്ല. അപ്പൊ എനിക്ക് ടെൻഷനായി. കാരണം ഞാൻ അവിടെ എന്റെ ഭാഗ്യത്തിന് ഞാൻ അവിടെ ഒന്നും ഡ്രസ്സ് മാറിയിട്ടില്ല. പക്ഷേ മേ ബി അവിടെ ഡ്രസ് ചേഞ്ചിങ് റൂമൊക്കെയാണ്. അപ്പോ എനിക്ക് ഭയങ്കര ടെൻഷനായി. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ഞാൻ പിന്നെ ഒന്നും പറയാനൊന്നും പോയില്ല. ഞാൻ നിർത്തി. ഞാനൊരു പ്രശ്നമേ ഒരു ഇതാക്കിയതേ ഇല്ല. ഞാൻ ജസ്റ്റ് അത് വിട്ട് അതെന്റെ മൈൻഡീന്നേ പോയി. അപ്പൊ ഞാൻ ജോലിക്ക് വന്ന സമയത്ത് എന്റെ അടുത്ത് ചോദിച്ചു ആ പുള്ളിക്കാരൻ എന്റെ അടുത്ത് ഭയങ്കര ചില്ലൊക്കെ ആയിട്ടായിരുന്നു സംസാരിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞ് പുള്ളി എന്നെ കണ്ടപ്പോഴേ ഈ പുള്ളിക്ക് ഭയങ്കര ദേഷ്യം എന്റെ മുഖത്തേക്ക്. ഈ പുള്ളി ഇങ്ങനെ കലിപ്പിട്ടിട്ട് എന്റെ മുഖത്തേക്ക് നോക്കുന്നു. അപ്പൊ ഞാൻ അപ്പോഴേ കത്തണില്ല എനിക്ക്. ഞാൻ ഓർത്തു ഇയാളെന്നെ എന്നെ ഇങ്ങനെ നോക്കുന്നേ. എന്നിട്ട് ഇയാള് ഒരു ദിവസം എന്നെ ശ്രീലക്ഷ്മിയെ ക്യാബിനിലേക്ക് വിളിക്കുന്നു കൊണ്ട് എന്നെ ക്യാബിനിലേക്ക് വിളിച്ചു. എന്നിട്ട് എന്നോട് പുള്ളി പറയാ, ശ്രീലക്ഷ്മി ഉണ്ടല്ലോ, ഇനി കുറച്ച് നാളൊരു ബ്രേക്ക് എടുത്തോ എന്ന് പറയുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താന്ന് വിചാരിച്ചു. അപ്പോഴും എനിക്ക് കത്തണില്ല എന്താ കാര്യം എന്ന്. വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. വേറെ ഒരു പ്രശ്നവും ഇല്ല. കാരണം ഞാൻ ചെയ്യുന്ന പണിയൊക്കെ ഞാൻ ചെയ്തിട്ടാ പോകുന്നത്. കാരണം എന്റെ പണിയിൽ ഞാൻ ആത്മാർത്ഥമായിട്ടേ നിന്നിട്ടുള്ളൂ. ഞാൻ ഒരു 1 മന്തോളം ഞാൻ അവിടെ നിന്നേ. നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഇവിടെ പോവല്ലേ, നിന്നിടം വരെയുള്ളൊരു സാലറി, ഒരു ബേസിക് ആയിട്ടുള്ളൊരു സാലറി ഒരു 5000 7000 രൂപയൊക്കെ അന്ന്. എന്നാ നമുക്ക് അതെങ്കിലും ചോദിക്കാമല്ലോ. ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ ഈ പുള്ളി പറയാ, ശ്രീലക്ഷ്മി, അതായത് ഇന്റർവ്യൂവിന് വന്നു കഴിഞ്ഞപ്പോ ശ്രീലക്ഷ്മി ഫ്രീ ആണെങ്കിൽ വന്നോളൂ എന്നല്ലേ പറഞ്ഞത്. ഞാൻ ഓർത്തു ഞാൻ ഓൾറെഡി ജോലിയൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ വാ, എന്നാ ഓക്കെ ആണെങ്കിൽ വാ എന്നാ. ഈ പുള്ളി വിചാരിച്ചത് ഫ്രീ ആണെങ്കിൽ വാ. ചുമ്മാ ആ സമയത്ത് എനിക്ക് ആകെ അവിടെ ഉള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവായിട്ട് ഒരു പ്രാവശ്യം ആങ്കർ ചെയ്തു. ആ ഒരു ഗുണം ഒഴികെ എനിക്ക് ഒരു ഗുണം അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. വെറുതെ ഇവിടുന്ന് അവിടം വരെ പോവുക, സ്ട്രെസ്ഡ് ആയിരുന്നു ഭയങ്കരമായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കമ്പാരിസൺ, എനിക്ക് പ്രാന്തായത്. പിന്നെ എനിക്ക് ആകെ അവിടെ നിന്നുണ്ടായ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിയാണ് എന്നോട് ചോദിച്ചത്, ഏതെങ്കിലും ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യുക, അതിലേതിലാണ് ടാലന്റ് എന്ന് കണ്ടുപിടിച്ചിട്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോവാൻ. അത് മാത്രമേ ഉള്ളൂ അവിടെ വെച്ച് ആലോചിക്കുമ്പോൾ എനിക്കൊരു എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി എനിക്ക് തോന്നുന്നതേ ഉള്ളൂ. അതായിരുന്നു എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ്. അങ്ങനെയാണ് കഥ അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അങ്ങനെ പുള്ളി അങ്ങനെ പറഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു പിന്നെന്തോ ഒരു ബ്രേക്ക് കിട്ടി. ആ ബ്രേക്ക് കിട്ടിയ സമയത്ത് ലെനോവോ i3 അതായിരുന്നു എൻ്റെ കോളേജിലെ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് വാങ്ങിച്ച ഒരു ലാപ്പ് അതായിരുന്നു. പിന്നെ കാനോൺ 1300D എന്ന് പറയുന്ന ബേസിക് ക്യാമറ ഉണ്ടായിരുന്നു. അത് ഞാൻ ലോൺ എടുത്ത് പഠിച്ചപ്പോൾ അതിൽ നിന്ന് വാങ്ങിച്ചതാ. അങ്ങനെ ഞാൻ പിന്നെ തീരുമാനിക്കുന്നു എനിക്ക് വീഡിയോ എഡിറ്റിംഗ് ആണ്. കാരണം എനിക്ക് വീഡിയോ എഡിറ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ട് ഇങ്ങനെ ഇൻഷോട്ട്, കൈൻ മാസ്റ്റർ അതിലൊക്കെ ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്യുമായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എൻ്റെ റീൽസ് ഒക്കെ ഇങ്ങനെ സ്ലോമോ ഒക്കെ ചെയ്ത് എഡിറ്റ് ചെയ്ത്, അപ്പൊ എനിക്ക് അത് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു എഫേർട്ട് ഇടാം, കുറച്ചുകൂടെ എഫേർട്ട് ഇട്ടിട്ട് ഒരു പ്രൊഫഷണല്ലേ. അപ്പൊ ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഇന്നത് എന്നൊക്കെ പഠിപ്പിക്കുമെന്നല്ലാതെ അത് ഡിഗ്രിയും കൂടെ ആയതുകൊണ്ടും പിന്നെ കോളേജിന്റെ മികച്ച കോളേജ് ആയതുകൊണ്ടും അങ്ങനെ മര്യാദക്കൊന്നും പഠിപ്പിച്ചിട്ടൊന്നുമില്ല. കുറച്ച് സാറുമാര് നൈസായിട്ട് നിന്നുകൊണ്ട് അവരുടെ ആത്മാർത്ഥത കൊണ്ടുമാണ് ഞങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു എഡ്യൂക്കേഷൻ അവിടുന്ന് മര്യാദയ്ക്ക് കിട്ടിയേക്കുന്നത്. എനിക്ക് വീഡിയോ എഡിറ്റിംഗ് പഠിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു സിസ്റ്റം വെച്ച്, ഈ സിസ്റ്റം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ക്യാമറ പോയി വീഡിയോ എടുക്കും, എന്നിട്ട് അത് എഡിറ്റ് ചെയ്യും. അതാണ് എന്റെ പരിപാടി. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റം ഉണ്ടല്ലോ, ഒന്ന് മൗസ് അനക്കി കഴിഞ്ഞാൽ ഇത് ലാഗാവും. ആ ലാഗാവുന്ന സാധനത്തിൽ ഞാൻ പ്രീമിയർ പ്രോ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്യും, റെൻഡർ ആവും, സ്റ്റക്ക് ആവും, ഓഫ് ആക്കും, പിന്നെ റീസ്റ്റാർട്ട് ആക്കും, പിന്നെ വർക്ക് ചെയ്യും. ഇത് റിപ്പീറ്റഡ്ലി ചെയ്താണ് ഞാൻ എഡിറ്റിംഗ് പഠിക്കുന്നത് തന്നെ. അതും ഞാൻ ഈ യൂട്യൂബിലെ മനക്കോട്ട എന്നൊക്കെ പറയുന്ന ചാനലൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ ഇംഗ്ലീഷ് ചാനൽ അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ എഡിറ്റിംഗ് പഠിക്കുന്നത്. ഞാൻ അങ്ങനെ പ്രീമിയർ പ്രോ അത്യാവശ്യം എഡിറ്റിംഗ് എല്ലാം പഠിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വെഡിങ് പേജസ് നോക്കാൻ തുടങ്ങി. അങ്ങനെ വെഡിങ് പേജ് നോക്കിയപ്പോൾ എനിക്കൊരു വെഡിങ് പേജ് വന്നു. ആ വെഡിങ് പേജിൽ ഞാൻ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അത് നമ്മുടെ വീടിന്റെ അടുത്തായിട്ട് വരും ആ സമയത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പോകാം എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഞാൻ അവിടെ പോവാൻ നിൽക്കുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-22 നിലയുള്ള ഒരു ഫ്ലാറ്റിലെ 21ാമത്തെ നിലയിലാണ് ആ ഒരു ഫ്ലാറ്റ് ഇരിക്കുന്നത്. അത് ഫ്ലാറ്റ് ആണെങ്കിലും അതിന്റെ ഉള്ളിൽ ഒരു വർക്ക് സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ തന്നെയാണ് ഇവർ സ്റ്റേ ചെയ്യുന്നത്. എന്റെ മനസ്സിൽ എന്നൊക്കെ പറഞ്ഞാലും അതൊരു ഫ്ലാറ്റ് ആണെങ്കിലും ഞാൻ ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് 100% എഫേർട്ട് ഇട്ടാൽ ഞാൻ ചെയ്യുള്ളൂ. ഞാൻ അതുപോലെ തന്നെ അതിന്റെ ഒരു ഓഫീസായിട്ടും അതിന്റെ ഹെഡിനെ ഹെഡായിട്ടും അങ്ങനെയൊക്കെ തന്നെ കണ്ടിട്ടുള്ളൂ. എനിക്ക് പല പല സിറ്റുവേഷൻസ് എനിക്ക് അവിടെ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ട്. അതുപോലും ഞാൻ അവിടെ സ്ട്രെസ്ഫുൾ ആയിട്ട് പോലും ഞാൻ അവിടെ സഹിച്ചു നിന്ന്. എനിക്കൊരു ഡ്രീം ഉണ്ട്. ആ ഒരു ഡ്രീം കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ട് അങ്ങനെ പിടിച്ച് നിൽക്കാന്നുള്ള ഒരു ഇതിലായിരുന്നു. പക്ഷെ അവിടെ എനിക്ക് 1 മാസത്തിൽ കൂടുതൽ നിൽക്കേണ്ടി വന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ ഞാൻ അവിടെ വർക്ക് ചെയ്തു. കുറച്ചങ്ങോട്ട് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കംഫർട്ടബിൾ അല്ലാത്തൊരു സാധനമാണ്
എനിക്ക് സ്മെല്ലൊന്നും പിടിക്കില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ചില ഈ ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളുള്ളതുകൊണ്ട് എനിക്ക് തുറന്ന് പറയാനായിട്ടുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ എനിക്കുണ്ടായിരുന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിന്റെ സ്മെല്ല് സഹിച്ചിരിക്കാന്ന്. ഞാൻ അത് പറഞ്ഞിട്ടില്ല, തുറന്ന് പറഞ്ഞിട്ടില്ല ഞാൻ. കാരണം ഇന്നാണെങ്കിൽ മുഖത്ത് മുഖം നോക്കിയാൽ തുറന്നു പറയും ഞാൻ. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആദ്യമായിട്ടൊരു ജോലിക്ക് വരുന്നു. പിന്നെ അങ്ങനത്തെ ഒരു മൈൻഡ് അല്ലേ. എന്നിട്ട് ഞാൻ അതൊക്കെ കുറച്ച് നാൾ ഇങ്ങനെ പോയി. ഈ ഒരു സംഭവമാണ് എനിക്ക് മെയിനായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. കാരണം നിങ്ങളൊരിക്കലും നിങ്ങളൊരു വർക്ക് ചെയ്യുന്ന സ്പേസിൽ നിങ്ങളെ ഇൻസൾട്ടഡ് ആക്കുവാണെങ്കിൽ നിങ്ങളെ അത് നിങ്ങൾക്ക് നിങ്ങളെ പേഴ്സണലി ഇൻസൾട്ട് ആക്കുവാണെങ്കിൽ ഒന്നും നോക്കരുത്. അടുത്തൊരു സേഫ് ആയിട്ടുള്ള ഒരു സോൺ കണ്ടുപിടിച്ചിട്ട് റിസൈൻ ഇട്ടോണം. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം കേട്ടോ. എൻ്റെ സിറ്റുവേഷൻ വെച്ചിട്ട്. കാരണം എനിക്ക് ലോണൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ പിടിച്ചു നിന്നത്. പിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല സിറ്റുവേഷൻ ഇറങ്ങി പോരേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അത് മെയിനായിട്ട് ഒരു ദിവസം ഞാനിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു 10 മണി ആ ഒരു സമയത്ത് തൊട്ട് ഇങ്ങനെ ഇതുവരെയാ. ഞാൻ അവിടെ ഓടിപ്പടഞ്ഞെത്തുമ്പോൾ തന്നെ രാവിലെ ലേറ്റ് ആവും. ഈ രാവിലെ നടന്ന് സ്റ്റോപ്പിലെത്തി അവിടുന്ന് ബസ്സിന്റെ ഇടിയും തള്ളു കയറി അവിടുന്ന് ഇറങ്ങി പിന്നെ അവിടുന്ന് ഈ ഫ്ലാറ്റ് വരെ നടന്ന് അങ്ങനെയൊക്കെ കുറച്ച് പാടായിരുന്നു. എനിക്ക് പുള്ളിയെ ഭയങ്കര റെസ്പെക്റ്റ് ഒക്കെ ആയിരുന്നേ. അപ്പൊ നമ്മൾ അങ്ങനെ കണ്ടത് കൊണ്ട് ഒരു ദിവസം ഞാനിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാ, ആ എടാ, ഇത് ഒരു കാര്യമുണ്ട്. ഒരു വർക്ക് വരുന്നുണ്ട്. ഒരു പോലീസുകാരന്റെ വർക്കാ. അപ്പൊ അത് നീ തന്നെ ചെയ്യണം എന്നാണ് പുള്ളി പറഞ്ഞത്. നമ്മളൊരു ഒരു ജൂനിയറാ. പക്ഷേ അത് ആ രീതിയിൽ എടുത്താൽ മതിയായിരുന്നു. ആക്കുന്ന രീതിയിലാ പറയുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആ പുള്ളിയെ അത്രയും നമ്മളൊരാളെ റെസ്പെക്ട് ചെയ്താ ആ ആള് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ആ റെസ്പെക്ട് വേയിലേ നമ്മളത് എടുക്കുകയുള്ളൂ. പുള്ളി ഇങ്ങനെ വന്നിട്ട് പുള്ളിയുടെ ഒരു സഹായിയുണ്ട്. ഒരു പയ്യൻ. ഒരു അസിസ്റ്റന്റ് പോലത്തെ. ഇവര് വന്നിട്ട് ഇങ്ങനെ പറയാ. അപ്പൊ എൻ്റെ അടുത്ത് അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഓക്കെ, ഓക്കെ. ഞാൻ അങ്ങനെ ഒരു ഇതില് നിന്നു. എന്നിട്ട് ഈ പുള്ളി പറഞ്ഞു, "നീ ഒരു കാര്യം ചെയ്യ്. വേഗം ഈ ഫോൺ എടുത്തിട്ട് അവരുടെ അടുക്കള അവിടെയുണ്ട്. അവരുടെ കിച്ചണിലോട്ട് പോ. നീ സംസാരിക്ക്. പുള്ളിക്ക് സംസാരിക്കണം" എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വലിയ കാര്യത്തിൽ ഈ ഫോണും വാങ്ങിച്ച് ഇയാളോടുള്ള റെസ്പെക്ട് കൊണ്ടിട്ട് ഞാൻ ആ കിച്ചണിൽ പോയിട്ട് നോക്കുമ്പം ആ ഫോണിന് ചാർജ് ഇല്ല. ആ ഫോണിന് എന്തോ 2 3 അങ്ങോട്ട് ചാർജേ ഉള്ളൂ. പവർ മോഡിൽ ഇട്ടേക്കുവാണ്. ഞാൻ നോക്കുമ്പോൾ ചാർജ് ഇല്ല, കോളും ഇല്ല, ഒന്നുമില്ല. ഞാൻ വന്നിട്ട് നേരെ നടന്ന് ഹോളിലേക്ക് എത്തിയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ അപ്പോഴും ഇന്നസെന്റ് ആയിട്ടാ ഞാൻ ബിഹേവ് ചെയ്തത്. ഞാൻ പറഞ്ഞു, "ചേട്ടാ, ഇതിന്റെ അകത്ത് കോളൊന്നും ഇല്ല. ഇതിന് ചാർജ് ഇല്ലാന്ന്, ഇതിന് കോളൊന്നും ഇല്ലല്ലോ" എന്ന് പറഞ്ഞു. 1 2 സ്റ്റാഫ് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു. അവളും സ്റ്റാഫായിരുന്നു അവിടുത്തെ. ഞാൻ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഗൾഫിലാണ് അവളും വന്നത്. അപ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നു. ഇയാൾ അവിടെ നിപ്പുണ്ട്. ഇയാളുടെ ഈ അസിസ്റ്റന്റ് നിപ്പുണ്ട് അവിടെ. ഇവര് പൊട്ടി ചിരിക്കുക. ആക്ച്വലി ഇവരൊരു പ്രാങ്ക് തരാനാ ഉദ്ദേശിച്ചേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഈ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ വന്ന് നിൽക്കുന്നു. ഹോളിൽ ഫേസ് ചെയ്ത് നിൽക്കുന്നു. എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നു. അവള് മാത്രം ചിരിക്കുക. അവള് മാത്രം ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുക. എനിക്ക് ആ മൊമെന്റിൽ എനിക്ക് കരയണോ എനിക്ക് എനിക്ക് പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ ഈ പറയുന്ന ഇമോഷൻ ഒന്നുമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിങ്ങനെ വരുമ്പം കുറേ പേരിങ്ങനെ ചിരിച്ച് അട്ടഹസിച്ച് എനിക്കത് കണ്ടപ്പോൾ എനിക്ക് അന്ന് പൊളിഞ്ഞതാ. അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ശ്രീലക്ഷ്മിയാണെങ്കിൽ ഇത്രയും എക്സ്പീരിയൻസ് ഇത്രയും സാധനങ്ങളൊക്കെ ഫേസ് ചെയ്ത് വന്നോണ്ട് ഞാൻ അവിടുന്ന് 2 എണ്ണം പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയേനെ. ഞാൻ അയാൾക്ക് കൊടുത്ത റെസ്പെക്റ്റാണ് അയാൾ ഇല്ലാണ്ടാക്കിയത്. അയാൾക്ക് കൊടുത്ത റെസ്പെക്റ്റിലാണ് ഞാൻ ആ സാധനം ഞാൻ വിശ്വസിച്ചേ. മേ ബി അയാൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടാലും പറയും, "അയ്യോ, ഞാൻ അങ്ങനെയല്ല ചെയ്തത്. പ്രാങ്കാ." എന്തും ഇതാണെങ്കിലും എല്ലാത്തിനും ഒരു മര്യാദയുണ്ട്. അല്ലേ? ഞാൻ ഒരക്ഷരം പോലും ആ ആ സംഭവം നടന്നതിന് ശേഷം ഞാൻ സംസാരിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി എൻ്റെ വീട്ടിലും ഒക്കെ ഒരു ഇതായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പം ഇതുപോലെ എനിക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി വന്നു. അപ്പം ഇവരുടെ അടുത്ത് ഓൾറെഡി അപ്പം ഈ പ്രശ്നത്തിനൊക്കെ മുന്നേ ഞാൻ ഇവരുടെ അടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് പോവില്ല. എന്തായാലും ഞാൻ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യും. കാരണം എൻ്റെ വീടിൻ്റെ അടുത്താണ് എന്നൊക്കെ ഉള്ള ഇതില്. കംഫർട്ടബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു ദിവസം എനിക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി വന്നു. എനിക്കറിയാവുന്ന ഒരു സ്ഥലത്തേക്ക് എനിക്ക് ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു മാറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ അസിസ്റ്റന്റ് പയ്യനോട് വിളിച്ചിട്ട് എന്നുവെച്ചാൽ ആ പുള്ളിക്കാരൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന പയ്യനാ. അപ്പോൾ ആ പയ്യനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇതുപോലെ എനിക്കിതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. എനിക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം അതിന് മുന്നേ ഞാനൊരു വർക്ക് പകുതി മുക്കാലും തീർത്ത് വെച്ചു. എന്നിട്ട് ബാക്കി പകുതിയും കൂടെ തീർത്ത് വെച്ചിട്ട് എനിക്ക് അവിടുന്ന് ഇറങ്ങാൻന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെയാ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. എന്നിട്ട് ഞാൻ ആ പകുതി തീർത്ത് വെച്ചിട്ട് വർക്കിന്റെ പകുതി എമൗണ്ട് ഒരു അഡ്വാൻസ് ആയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ജോലി കിട്ടിയതിന്റെ ഭാഗമായിട്ട് എനിക്ക് വീട്ടിൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ വാങ്ങിച്ചത്. അത് ഞാൻ സാധനമൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന് അപ്പോൾ ഈ പയ്യനാണ് എന്നോട് പറഞ്ഞത്, "നീ ഒരു കാര്യം ചെയ്യ്. ഇപ്പൊ തന്നെ ആളോട് പറഞ്ഞേക്ക്." അപ്പൊ ഞാൻ ഓൾറെഡി വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇവനെ ഒന്ന് ഇൻഫോം ചെയ്തിട്ട് പിന്നെ പുള്ളിയുടെ അടുത്ത് ഡയറക്റ്റ് പോയി പറഞ്ഞിട്ട് ആ വർക്കും തീർത്ത് ആ പേയ്മെന്റും മേടിച്ചിട്ട് ഇങ്ങ് പോരാം. ഇതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. എക്സാക്ട്ലി ഈ സാധനമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഇതിനൊന്നും ഒരു സ്പേസ് കിട്ടിയില്ല. ആ പയ്യൻ അങ്ങനെ പറഞ്ഞ ഉടനെ ഞാൻ ഈ പുള്ളിയെ കേറി അങ്ങ് വിളിച്ചു. ഈ പുള്ളിയാണെങ്കി ഏതോ ഒരു മറ്റേ വർക്കിന്റെ സ്പേസിലെങ്ങാണ്ട് നിക്കുവായിരുന്നു.
ഈ പുള്ളി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് എന്നെ പ്രാകുവാ. എന്നിട്ട് എൻ്റെ അടുത്ത് എനിക്ക് കുറേ വോയിസ് മെസ്സേജൊക്കെ അയച്ചിട്ട്, "നീ ഒരു കാലത്തും ഗതി പിടിക്കില്ല. നിന്നെ ഞാൻ വർക്ക് പഠിപ്പിച്ചതല്ല." ഞാൻ പറഞ്ഞു, "നിങ്ങളെന്നെ വർക്കൊന്നും പഠിപ്പിച്ചിട്ടൊന്നുമില്ല. ഞാൻ തന്നെ കഷ്ടപ്പെട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത് പഠിച്ചെടുത്തത്. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഞാൻ വർക്ക് ഇറക്കി തരേണ്ടത്, ആ സാധനം നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. ആ രീതിയിൽ ഞാൻ വർക്ക് ഇറക്കി. പക്ഷെ നിങ്ങൾ എന്നെ എഡിറ്റിംഗ് പഠിപ്പിച്ചിട്ടില്ല." എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി. അപ്പോൾ പുള്ളി വേറെ എന്തൊക്കെ കാര്യം എടുത്തിട്ട് എന്നിട്ട് പറഞ്ഞു, "നീ എവിടെ വർക്ക് ചെയ്യാൻ പോയാലും ഞങ്ങൾക്കൊരു ഗ്യാങ് ഉണ്ട്. നിന്നെ ഞാൻ വർക്ക് ചെയ്യിപ്പിക്കത്തില്ല. നിനക്ക് നിന്നെ ആരും വർക്കിന് പോലും എടുക്കത്തില്ല" എന്നൊക്കെ പറഞ്ഞ് ഈ പുള്ളി അങ്ങ് പ്രാകുവാ. പച്ചക്കിരുന്ന് പ്രാകുവാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എന്നെ ഇൻസൾട്ട് ചെയ്ത് അന്ന് സ്പോട്ടിൽ ഞാൻ ഇറങ്ങിപ്പോണ്ടതാ. അതാണ് എൻ്റെ ഇപ്പോഴത്തെ സ്വഭാവത്തിനാണ് ഞാൻ പോട്ടേന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങിപ്പോന്നേനെ. ഒരു നമ്മളൊരു ജോലിയിൽ നമ്മൾ ഇറങ്ങുമ്പം നമ്മൾ എടുത്തുചാട്ടത്തിന് ഇറങ്ങരുത്. നമുക്ക് ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം വേറൊരു ജോബ് കണ്ടുപിടിച്ച് അത് കഴിഞ്ഞിട്ട് ഇവിടെ റിസൈൻ ലെറ്റർ കൊടുത്ത് ഇവിടെ നോട്ടീസ് പീരീഡ് ഒക്കെ ആക്കി കഴിഞ്ഞ് സെറ്റായിട്ട് വേണം ഇറങ്ങാൻ. അതാണ് നമ്മുടെ ഒരു പ്രൊസീജിയർ. ഇതെന്തോന്ന് എനിക്കാണെങ്കിൽ എനിക്കങ്ങോട്ട് ഭ്രാന്ത് പോയി. എന്നിട്ട് ഇയാള് പറയാ, "നീ എൻ്റെ അടുത്ത് നേരത്തെ പൈസ വാങ്ങിച്ചില്ലേ?" എവിടെ? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊന്നും അല്ല പ്ലാൻ ചെയ്തിരുന്നത്. ഞാൻ ഓണ സമയമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓണമൊക്കെ ആയിട്ട് ഇറങ്ങാമെന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഈ പയ്യൻ പറഞ്ഞ ഒരു ഇതിലാണ് ഞാനങ്ങ് വിളിച്ചത്. എന്നിട്ട് എനിക്ക് ഇയാള് ഡയലോഗ് അടിച്ചപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഒരു വർക്ക് ഞാൻ പകുതി തീർത്തിട്ടാ വന്നേ. ഞാൻ വിചാരിച്ചു കൊണ്ടുപോവാണെങ്കിൽ കൊണ്ടുപോട്ടെ. ഞാൻ ആ പൈസ അച്ഛൻ്റെ കയ്യിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ പുള്ളിക്ക് ഇട്ട് കൊടുത്തു. അതുകൊണ്ട് പറയാ, എവിടെ വർക്കിന് പോയാലും സെൽഫ് റെസ്പെക്റ്റിൻ്റെ അപ്പുറത്ത് ഒരു ഇഷ്യൂ ഉണ്ടായാൽ സ്പോട്ടിൽ നിർത്തിയിട്ട് പോന്നോണം. പക്ഷെ നല്ലൊരു സേഫ് പ്ലേസ് കണ്ടുപിടിച്ചിട്ട് വേണം പോവാൻ. അതും കണ്ടുപിടിച്ചിട്ടുണ്ടാവണം. ഒരു പെട്ടെന്നൊരു എടുത്തുചാട്ടത്തിലൊന്നും ചെയ്യരുത്. ഈ സെൽഫ് റെസ്പെക്റ്റ് പോകാതെ നോക്കണം. എനിക്ക് അന്ന് തോന്നിയതാ. പക്ഷെ ഇന്നാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇറങ്ങിപ്പോരും. ഉറപ്പായിട്ടും. കാരണം ഇന്ന് അങ്ങനെ ഒരു ഈ ഇത്രയും ത്രൂ എക്സ്പീരിയൻസ് കിട്ടിയതുകൊണ്ട് എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഇപ്പം എനിക്കുണ്ട്. അതുകൊണ്ടായിരിക്കാം ബി ഇന്നെനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. ഇത്രയും ഇൻസൾട്ട് ഒക്കെ ഫേസ് ചെയ്തുകൊണ്ട്. എൻ്റെ പൊന്നേ അന്ന് ചിരിച്ച ചിരി ഇന്നും എൻ്റെ ഉള്ളിലുണ്ട്. ഇന്നും എൻ്റെ ഉള്ളിൽ അതേ ഫീലിലുണ്ട്. ഇനിയിപ്പം നാളെ ഒരു പുള്ളി ഡയലോഗ് അടിക്കാൻ എൻ്റെ അടുത്ത് വന്നാലും എനിക്ക് എനിക്ക് ഈ സാധനം ഒന്ന് എനിക്ക് എവിടെയെങ്കിലും ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. കാരണം ഇതെൻ്റെ ഫ്രണ്ട്സിനല്ലാതെ വേറെ ആർക്കും അങ്ങനെ അറിയത്തില്ല. ഞാൻ അന്ന് അത്രയും ഇൻസൾട്ടഡ് ആയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ഒന്നും കണ്ടോന്നില്ല. ഈ പുള്ളി കാണാന്ന് ഞാൻ ചിരിച്ചോണ്ടിരിക്കുക. ഞാനാണെങ്കിൽ ഇയാളിങ്ങനെ പറഞ്ഞ് അപ്പം എൻ്റെ ഇങ്ങോട്ട് ഫേസ് ചെയ്ത് തിരിഞ്ഞിട്ട് ഇതുപോലൊരു ചെയറാ. ആ ചെയറിൽ കയറിയിരുന്ന് അപ്പം എൻ്റെ ഇപ്പുറത്താണ് ആ ഫ്രണ്ട് ഇരിക്കുന്നത്. ആ ഫ്രണ്ടിന് ഇന്നും അവൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. കാരണം ഞാനാണ് അവളെ ഈ വീഡിയോ എഡിറ്റിങ്ങിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ നോക്കുമ്പോൾ ഇവൾ ഇപ്പുറത്തിരിക്കുന്നു. എൻ്റെ കണ്ണെല്ലാം കൂടെ നിറഞ്ഞ് ഞാൻ അവളെ ഇങ്ങനെ നോക്കിയപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവളുടെ ഫേസ് ഭയങ്കര മനസ്സിലായതുപോലെ അവള് ചിരിച്ചില്ലായിരുന്നു. അവക്കെന്തോ ഇതെനിക്ക് ഭയങ്കര ഹേർട്ടായി എന്നുള്ളത് അവക്ക് മനസ്സിലായതുപോലാണ് അവള് നിന്നെ. കാരണം അവൾ എൻ്റെ കൂടെ 2 വർഷം കോളേജിൽ പഠിച്ചതാ. ഞങ്ങള് മൾട്ടിമീഡിയ ഒരുമിച്ച് പഠിച്ചതാ. അതെനിക്ക് ഇന്നും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസാ. അതായിരുന്നു എൻ്റെ ലൈഫിലെ എൻ്റെ പൊന്നോ! ഇത്രയും വൃത്തികെട്ട എക്സ്പീരിയൻസ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളൊരു മീഡിയ സ്റ്റുഡന്റ് ആണോ? നിങ്ങളൊരു മീഡിയ സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങള് ചൂസ് ചെയ്യുന്ന ഓപ്ഷൻ മീഡിയ ആയിരിക്കും. സേഫ് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കയ്യിലിരിക്കും സാധനം. നിങ്ങൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ ഒരു കണ്ണ് എക്സ്ട്രാ വേണം. പേടിപ്പിക്കാൻ പറയുകയല്ല. ജസ്റ്റ് ഒന്ന് അവെയർ ആയിട്ടിരിക്കുക. ഈ പറഞ്ഞ പോലെ പെൺപിള്ളേരാണെങ്കിൽ എവിടെയെങ്കിലും പോകും. നിങ്ങൾ പോയി വർക്ക് ചെയ്യുമ്പോഴൊക്കെ അവിടെയും ഇതുപോലൊക്കെ ഓരോ സിറ്റുവേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് പ്രിപ്പയർ ആയിട്ടിരിക്കുക. ഇതൊക്കെ ഇന്നതൊക്കെയാണ് ഈ ഫീൽഡിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നതുപോലെയൊക്കെ നിന്നാലേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ സെൽഫ് റെസ്പെക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഓഫീസിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ഓഫീസിനെ ഒരു ഭയങ്കര ആ ഓഫീസായിട്ട് റിലേഷൻ വെക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലിയാണ് അങ്ങനത്തെ സ്കീം വെക്കരുത്. എനിക്ക് പേഴ്സണലി തോന്നി ഇത്രയും നാളും നിന്നതിൽ നിന്ന് എനിക്ക് തോന്നിയതാണ് ഓഫീസിലുള്ള എല്ലാവരും സ്റ്റാഫുകളാണ്. ആ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നല്ല ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഓഫീസിൻ്റെ ഉള്ളിൽ എപ്പോഴും സ്റ്റാഫ് ആയിട്ട് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. നമ്മൾ ഭയങ്കര ഒരു കമ്മി നമ്മളൊരു സ്നേഹം ഒരു ഫാമിലി പോലെ കീപ്പ് ചെയ്താൽ പിന്നെ നമുക്ക് ലാസ്റ്റ് ഒരു ബുദ്ധിമുട്ടാവും അത്. അങ്ങനെ കീപ്പ് ചെയ്യുന്നതിനോട് എനിക്കിപ്പോൾ ഒരു ഇത് തോന്നാറുണ്ട്. അങ്ങനെ ചെയ്യരുതെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ പിന്നെ എനിക്ക് തോന്നിയേക്കെന്ന് പറഞ്ഞാൽ ഓഫീസ് സ്പേസിൽ ഒരിക്കലും മറ്റൊരാൾക്ക് നമ്മുടെ പേഴ്സണൽ സ്പേസിലേക്ക് കയറാനുള്ള ഇടം കൊടുക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നമ്മുടെ പേഴ്സണൽ മാത്രമായിരിക്കണം. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ കയറി ഇടപെടാൻ ഒരാൾക്കും അനുവാദം കൊടുക്കരുത്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേറൊരു കമ്പനിയിൽ പോയി. അവിടെ ഒരു 1½ വർഷം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് ഫ്രീലാൻസിലേക്ക് കേറി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. എന്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഉള്ളൊരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വർക്കുകൾ ആരും മോശം എന്ന് പറയില്ല. എനിക്കത് മതി. എനിക്ക് ഭയങ്കര അടിപൊളി ഹൈപ്പെന്നൊന്നും പറയണ്ട. എന്നാലും ഒരു തരക്കേടില്ല അല്ലെങ്കിൽ മോശം പറയില്ല ആരും. അപ്പം ചില ആൾക്കാര് വന്നിട്ട് ഇത് വെറുതെ ക്ലിപ്പ് പെറുക്കിയിട്ടിരിക്കുന്ന പോലെ ഉള്ളല്ലോ. നമ്മൾ ചിലപ്പോൾ നന്നായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ മേ ബി അവര് വിചാരിക്കുന്ന രീതിയിൽ ആ സാധനം എത്തിയെന്നുണ്ടാവില്ല. ചിലപ്പോൾ ആ സാധനം നീറ്റായിരിക്കും. ക്ലിപ്പ് പെറുക്കിയിട്ടിരിക്കുന്ന പോലെ ഉള്ളല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇൻസൾട്ട് ആക്കുമ്പോ, അങ്ങനെ എനിക്ക് ഒരു പ്രാവശ്യം ഇതുപോലെ ഇത്രയും ഒരു 3-4 വർഷമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ മര്യാദയ്ക്ക് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് കൊടുത്തതാ. എന്നിട്ട് ഒരു പുള്ളി വന്നിട്ട് ഇത് ഭയങ്കര റൂഡായിട്ട് ഇതിന്റെ മീഡിയേറ്റർ ഒരാൾ നിൽപ്പുണ്ട്. അയാൾക്ക് മെസ്സേജ് അയച്ചിട്ട് അയാൾ എനിക്ക് ഫോർവേഡ് ചെയ്യുക. ഇത് ചുമ്മാ ക്ലിപ്പ് പെറുക്കിയിട്ടേക്കുന്ന പോലെ ഉള്ളല്ലോ. ഇതെന്ത്? അങ്ങനത്തെ ഒരു വർത്താനം. ആദ്യമേ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. അവർക്കും ഒരു വർക്ക് തരുന്ന ആളാണ്. അപ്പം ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് വേണം. അവര് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മളും ഒരു വർക്ക് എഡിറ്റ് ചെയ്യുന്നതാ. ഒന്നും അറിയാതെ ഇത്രയും വർഷം ഇവിടെ നിന്ന് പോകാൻ പറ്റില്ലല്ലോ. അപ്പോ വെറുതെ പറയാ ഒരു കുറച്ച് ക്ലിപ്പ് അങ്ങോട്ട് പെറുക്കിയിട്ടേക്കുമല്ലേ. എനിക്കങ്ങോട്ട് ദേഷ്യം കൂടെ വന്നു. അത് 2-3 പ്രാവശ്യം ഇതുപോലെ ആയ സ്ഥിതിക്ക് എനിക്ക് കറക്റ്റ് അപ്ഡേറ്റ് തരുന്നില്ല. പിന്നെ ഒരുമാതിരി സില്ലി ആയിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുന്നു. എനിക്ക് എന്റെ മാക്സിമം ഞാൻ എന്റെ ക്ലയന്റ്സിനെ ഹാപ്പി ആക്കി വിടാനേ നോക്കാറുള്ളൂ. വർക്ക് കൊടുക്കുമ്പോ തന്നെ അവര് ഹാപ്പിയാവും. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും താല്പര്യമില്ല. എനിക്കിങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല. അതാ പറഞ്ഞെ. ഇങ്ങനെ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇപ്പം ഫ്രീലാൻസിലാണെങ്കിലും നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ല. ഒരു പോയിന്റിലെത്തുമ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ഒട്ടും അല്ലെങ്കിൽ മാന്യമായിട്ട് പറയാ, "ചേട്ടാ എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല." അല്ല ചേച്ചി എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. നോ പറയേണ്ടടുത്ത് നോ പറയാ. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് എന്റെ ഈ ഒരു ഫീൽഡിൽ ഫേസ് ചെയ്യേണ്ടതുമായിട്ട് വന്നത്. വീഡിയോ എഡിറ്റിംഗ് ഫീൽഡിൽ. ഓഹ്! അപ്പൊ ആസ് എ വീഡിയോ എഡിറ്റർ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇതൊക്കെ നമ്മള് മറ്റേ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കും 2, 3 എണ്ണം കഴിയുമ്പോഴത്തേക്കും. അത് കഴിയുമ്പോ പിന്നെ നമുക്ക് പ്രശ്നമൊന്നുമല്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് അവെയർ ആയിട്ടിരിക്കുക. അതിപ്പം ഗേൾസ് ആണേലും ഈവൻ ബോയ്സ് ആണെങ്കിലും. അതെനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. പിന്നെ ഞാൻ എങ്ങനെ ഈ ഒരു വീഡിയോ എഡിറ്റിംഗിലേക്ക് വന്നു എന്നുള്ളത് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കേറി കാണേണ്ടവർക്ക് കാണാം, പേജിലുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും ഇതായിട്ട് ആയിട്ട് എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. നിങ്ങൾക്കും ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യ്. ഞാൻ നോക്കട്ടെ. ജസ്റ്റ് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ഈ ഒരു എക്സ്പീരിയൻസ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പോലെ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഒരു മീഡിയയിൽ വർക്ക് ചെയ്യാൻ പോകുന്ന പിള്ളേർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ അവർക്ക് കുറച്ച് ഐഡിയ കിട്ടും. അപ്പം മറ്റൊരു വീഡിയോ കാണാം. ബൈ.